പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ആധാരവും പ്രത്യക്ഷ ദൈവവുമാണ് സൂര്യദേവൻ. സൂര്യഭഗവാൻ നവഗ്രഹങ്ങളിൽ പ്രധാനിയാണ്. എല്ലാവിധ രോഗദുരിത ശാന്തിക്ക് സൂര്യഭജനം ഉത്തമമത്രേ. ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ സൂര്യഭഗവാനെ നിത്യേന വന്ദിക്കുന്നവർക്ക് ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി വർദ്ധിക്കും എന്നാണ് വിശ്വാസം. സൂര്യപ്രീതിക്കായി ഗായത്രി മന്ത്രം, സൂര്യസ്തോത്രം, ആദിത്യഹൃദയം എന്നിവയാണ് ജപിക്കേണ്ടത്. പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കാവൂ. നിത്യവും ഒരേ സമയത്ത്, അതായത് രാവിലെ 6-നും 7-നും ഇടയ്ക്ക് ജപിക്കുന്നത് ഉത്തമമാണ്. അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. നിത്യേന ജപിച്ചു പോരുന്നവരുടെ മനസ്സ് തെളിഞ്ഞതും സൂര്യനെ പോലെ ശോഭയുള്ളതുമാകും. ഗ്രഹപ്പിഴ ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സൂര്യഭജനത്തിലൂടെ സാധിക്കും. അസ്തമ സമയശേഷം സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുവാൻ പാടില്ല. ഗായത്രി മന്ത്രം. മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല. സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണിത്. ഈ മന്ത്രത്തിൻ്റെ സാരം ഇങ്ങനെയാണ്: ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ. സൂര്യസ്തോത്രം. ഈ മന്ത്രജപത്തിലൂടെ ത്വക്ക് രോഗം, നേത്രരോഗം, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് ശമനമുണ്ടാകും എന്നാണ് വിശ്വാസം. ആദിത്യഹൃദയം. ആധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ ഒരു ഭാഗമാണ് ആദിത്യഹൃദയം. ശത്രുക്ഷയം വരുത്തുന്നതിനായി അഗസ്ത്യമുനി ശ്രീരാമദേവനെ ഉപദേശിച്ച മന്ത്രമാണിത്. ആപത്തിലും ഭയത്തിലും സൂര്യകീർത്തനം ചൊല്ലുന്നവർക്ക് രക്ഷ ലഭിക്കും എന്നാണ് സ്തോത്രത്തിൻ്റെ ഫലശ്രുതി. നിത്യേന ജപിക്കാൻ സാധിക്കാത്തവർ സൂര്യഭഗവാനെ പ്രാധാന്യമുള്ള ഞായറാഴ്ച ദിവസം ജപിക്കുന്നതും ഉത്തമമാണ്. അന്നേ ദിവസം ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഫലപ്രദമാണ്.